ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലൈവ് കോച്ചിങ് സെഷനാണ്. ഏകദേശം 500ഓളം കാണികൾ ലൈവായിട്ട് ഇരിക്കുമ്പം അതിൽ നിന്ന് ആരോ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ഒരു കീനോട്ട് സ്പീച്ച് അല്ല, ഒരു പ്രസൻറ്റേഷൻ അല്ല, ഒരു ട്രെയിനിങ് അല്ല. അപ്പോൾ ഇതിനൊരു കോച്ചിങ് എന്ന നിലയിലാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇയാളുടെ പ്രസൻറ്റേഷൻ നല്ലത്. ഐ എം നോട്ട് എ പ്രസൻറ്റർ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് ഞാനൊരു പ്രസൻറ്റർ അല്ല, ഒരു ട്രെയിനർ അല്ല, ഒരു ഫെസിലിറ്റേറ്റർ അല്ല. ഞാൻ വെറും ഒരു കോച്ചാണ്. ഞാൻ ആരെയും തന്നെ ഫോക്കസ് ചെയ്യണില്ല. ആ ചോദ്യം ചോദിച്ച ഇൻഡിവിജ്വലിനെ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ ആരാന്ന് പോലും എനിക്കറിയില്ല, എവിടെ നിന്നാണെന്ന് അറിയില്ല, ഐഡൻറ്റിറ്റി ഒന്നും ഞങ്ങൾ റിവീൽ ചെയ്യാറില്ല, ചോദിക്കാറില്ല. ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ചിലർ ചോദിക്കാറുണ്ട് നിങ്ങളെന്താ മലയാളം ഇങ്ങനെ സംസാരിക്കുന്നത്. മലയാളം എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജും അല്ല, സെക്കൻഡ് ലാംഗ്വേജും അല്ല, തേർഡ് ലാംഗ്വേജാണ്. ആ ഒരു മലയാളം കപ്പാസിറ്റിയും കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഞാനിത് മാക്സിമം ഞാൻ എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ടോ എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. ഐ സീ യു ഇൻ ദ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ, ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് യൂട്യൂബിൽ വരും. സമ്മതമാണോ? സമ്മതാണ്. ഓക്കെ. ഈ ഒരു സെഷൻ്റെ ഉള്ളിൽ നമ്മൾ ഈ സംസാരിക്കുന്ന 15 മിനിറ്റിൻ്റെ ഉള്ളിൽ എന്താ നിങ്ങൾ നേടുക? എന്തിലാണ് ക്ലാരിറ്റി കിട്ടുന്നത് നിങ്ങൾക്ക്? എന്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അത് മെയിൻ സങ്കടം. ഇമോഷൻ, ഓക്കെ. സാഡ്നെസ്, ഓക്കെ. എന്തിനാണ് ഇമോഷൻ കൺട്രോൾ ചെയ്യേണ്ടത് പറ. വൈ ഡു യു വാണ്ട് ടു കൺട്രോൾ ദാറ്റ് ഇമോഷൻ? പറഞ്ഞു. ചെറിയ കാര്യത്തിന് പോലും ഞാൻ പെട്ടെന്ന് സങ്കടാവും. പക്ഷേ ചിലപ്പോ ഓപ്പോസിറ്റിലെ ആളുടെ തെറ്റായ ഒരു പെരുമാറ്റം കൊണ്ടായിരിക്കും എനിക്ക് സങ്കടം വന്നിട്ടുണ്ടാവുക. അപ്പൊ അവരുടെ മുഖത്ത് നോക്കി ചിലപ്പോ എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എനിക്ക് കുറ്റബോധം തോന്നും. അയ്യോ അവർക്ക് അത് ഫീൽ ആയോ എന്നുള്ളതിൽ കൂടുതൽ സങ്കടം വരും. ഒരാള് എന്നെ ഹേർട്ട് ചെയ്തതായിരിക്കും, അപ്പോഴായിരിക്കും എനിക്ക് സങ്കടം വന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവുക. അത് ഒരുപക്ഷെ അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അവരത് വിഷമിച്ചിട്ടുണ്ടാവോ എന്നുള്ളതില് പിന്നെ അത് എനിക്കൊരു തലവേദനയിലേക്ക് കൊണ്ടുപോകും. പിന്നെ തലവേദന നെക്സ്റ്റ് ലെവൽ എന്താണ്? തലവേദന പിന്നെ അത് 2 ദിവസം കിടപ്പിലാവും, മെഡിസിൻ എടുക്കേണ്ടി വരും. അതിനുശേഷം എന്താ പറ്റുക? അതിനുശേഷം മെഡിസിൻ എടുത്ത് പിന്നെ അത് ഓക്കെ ആവും. നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ച ആൾക്ക് വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയണില്ല. അവര് സംഭവിക്കൂല. അവർക്കൊന്നും എത്ര പേര് അംഗീകരിക്കുന്നുണ്ട്? ആ വ്യക്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ വ്യക്തി ഇതിനെ പറ്റി ചിന്തിക്കണേ ഇല്ല. നിങ്ങൾ ദിസ് ഇസ് കോൾഡ് യു ആർ ക്രിയേറ്റിംഗ് എ സ്റ്റോറി. ശരിയല്ലേ? നിങ്ങളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, നിങ്ങളുടെ whatever it is, യു ആർ ക്രിയേറ്റിംഗ് എ സ്റ്റോറി. ആ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവും. തലവേദന കഴിഞ്ഞാൽ പിന്നെ ബെഡ് റിഡൻ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ടാബ്ലറ്റ് വേണ്ടി വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. എല്ലാം ക്രിയേറ്റ് ചെയ്ത് ആരാ ഇത് ക്രിയേറ്റ് ചെയ്ത? അപ്പൊ നിങ്ങളടുത്ത് സൊല്യൂഷൻ ഇല്ലേ അതിന്? അല്ല, ഇതിപ്പോ ഈ റീസണിൽ മാത്രല്ല, ഇനി ഞാനാണ് തെറ്റ് ചെയ്തതെങ്കിലും എനിക്ക് സങ്കടം വരും. അപ്പോഴും ഓപ്പോസിറ്റുള്ള ആളെ ഞാൻ ചിന്തിക്കും, അവർക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ പേരിലും ഇങ്ങനെ ആവും. പിന്നെ എന്റെ ഞാനൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ കേൾക്കാൻ പോവാറുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ സങ്കടങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കും, നിങ്ങളുടെ പ്രൊഫഷൻ എന്താ? ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. പ്രൊഫഷൻ എന്താ നിങ്ങളുടെ? അല്ല, പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കുറച്ച് കുട്ടികളുടെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഇപ്പോ ചെയ്യുന്നത് സൈക്കോളജി പഠിക്കുന്നുണ്ട്. കൂട്ടത്തില് കുറച്ച് കുട്ടികൾ അങ്ങനെ ആത്മഹത്യക്ക് പോവാതിരിക്കാൻ വേണ്ടി അവരെ കേൾക്കാൻ പോകുന്നുണ്ട്. പിന്നെ ബേക്കിംഗ്, വീട്ടില് ബേക്കിംഗ് മാറ്റി നിർത്താം. ഇപ്പൊ നിങ്ങൾ കരച്ചിൽ ബേക്കിംഗ് കണ്ടിട്ട് കരച്ചിൽ വരില്ലല്ലോ? ഇല്ല. ആ കേക്ക് കുറച്ച് ചെരിഞ്ഞു വിചാരിച്ച് കരച്ചിൽ വരുമോ? അല്ല, കേക്കിന്റെ റെസ്പോണ്ട് വൈകി ചിലപ്പോ കരഞ്ഞു പോകും. അപ്പൊ കരച്ചിലിന്റെ മാസ്റ്ററാണ് നിങ്ങൾ അല്ലേ? അതാണ് എനിക്ക് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ആ കേക്ക് അങ്ങോട്ട് മാറ്റിയെടുത്താം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദിസ് വൺ, സൈക്കോളജിക്കൽ പാർട്ട്. സിനിമ കാണാറുണ്ടോ?
ആ വല്ലപ്പോഴും. ഓക്കെ. ഏത് സിനിമ കണ്ടിട്ടാ കരഞ്ഞിട്ടുള്ളത്? ഈ, മിക്ക സിനിമകൾ കണ്ടാലും കരയും. ഒന്ന് അടിപിടിയൊന്നും കാണില്ല, പക്ഷെ ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ കാണുള്ളൂ. അത് കണ്ടാ എന്തായാലും കരയും. എന്തായാലും കാര്യം അത് സത്യമാണോ? നിങ്ങൾ കാണുന്ന സിനിമ സത്യമാണോ, ജീവിതമാണോ? അല്ല, അല്ല. എന്നിട്ട് പിന്നെ എങ്കിലും നിങ്ങൾ കരയുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ പക്ഷെ മനസ്സിലാക്കണ്ടോ അത് സിനിമയാണ്, ഇത് ജീവിതം എന്ന് മനസ്സിലാക്കണ്ടോ? ആ മനസ്സിലാക്കുന്നുണ്ട്. അത് എപ്പോഴാണ് മനസ്സിലാക്കണം? അത് കഴിഞ്ഞതിന് ശേഷം, ഉം. കുറെ അപ്പ- കരഞ്ഞതിന് ശേഷം മനസ്സിലാക്കും. അയ്യോ, ആ അത് അതിൽ തലവേദന ഉണ്ടാവില്ലോ? അതിലങ്ങനെ തലവേദന വരാറില്ല. അതേപോലെ തന്നെയല്ലേ ഇതും. അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലായത്? അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എത്ര പേർക്ക് മനസ്സിലായി? ആയി അവിടെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല? യു ഹാവ് ദ കീ. യു വിത്ത് മീ. യു ഹാവ് ദ കീ വിത്ത് യു. ഡു യു അഗ്രി വിത്ത് ദാറ്റ്? യെസ് ഓർ Agree. യെസ് ഓർ നോ? Yes, yes. നിങ്ങൾ തലവേദന ഉണ്ടാക്കുന്നത്, നിങ്ങളാണ് തലവേദന ഉണ്ടാക്കുന്നത്. നിങ്ങൾ സ്ട്രെസ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. വേറെ ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ആ വ്യക്തി ചിലപ്പം പറഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. നിങ്ങളാണ് അത് വലുതായിട്ട് ക്രിയേറ്റ് ചെയ്യണത്. ഉം. യു ഗോട്ട് മീ. കരുണേന് യാതൊരു കുഴപ്പമില്ല. കരഞ്ഞോളൂ, അതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, ഞാനൊക്കെ കരയുന്ന വ്യക്തിയാണ്. എനിക്ക് യാതൊരു ചമ്മലും ഇല്ല പറയാൻ. ഓക്കെ, കരയുന്നത് നല്ലതാണ്, ബട്ട് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇന്റേണൽ. യു വിത്ത് മീ. ഇതിന്റെ ഒരു വലിയ ഞാൻ നിങ്ങളൊരു ജോബ് എന്താന്ന് ചോദിക്കാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നി നിങ്ങൾ ആ ഒരു ലെവലിലെ ജോബ് നിങ്ങൾ ചെയ്യണത്. ഇവിടെ ഞാൻ ഒരു കേസ് പറയാം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ചിലപ്പോൾ ഞാനൊരു പേരോ ടൈറ്റിലോ ഒന്നല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ആ അപ്പുറത്ത് നിൽക്കുന്ന ആള് ഒരു ഫീമെയിലാന്ന് വിചാരിക്കാം, ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. ആ സ്ത്രീക്ക് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു സ്ത്രീയാണെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഹസ്ബൻഡിനോട് ആയിരിക്കാം. ആ കഥകളൊക്കെ ഇവിടെ പറയുമ്പം ഞാൻ സങ്കടപ്പെടാൻ പാടുണ്ടോ? ഈ ചോദ്യം നിങ്ങളോടാ. ഞാൻ സങ്കടപ്പെടാൻ പാടുണ്ടോ? ഇല്ല, നിങ്ങൾ സങ്കടപ്പെടും. ഇല്ല. നിങ്ങൾ സങ്കടപ്പെടും. ഇവിടെ നിങ്ങളായിരിക്കണം, അവിടെ വേറെ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. ആ സ്ത്രീ കഥയൊക്കെ പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടും. ഇൻ യുവർ കേസ് ഞാൻ ഞാൻ സങ്കടപ്പെടാറുണ്ട്, പക്ഷെ അവരുടെ മുന്നിൽ അത് ആ, പ്രകടിപ്പിക്കാറില്ല. എന്നുവെച്ചാൽ ഞാൻ കൂളായിട്ട് നിൽക്കും. അപ്പൊ പക്ഷെ അവർ അതിന്റെ അർത്ഥം പോയി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, അത് എന്റെ അത്രയും ഇപ്പൊ ഞാന് ഒരു കേസ് ആയിട്ടാണ് കാണണമെങ്കിൽ ഞാന് അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും. പക്ഷെ അവര് പോയി കഴിഞ്ഞാല് എനിക്കത് തലവേദനയാവും. ആ തലവേദന ആവാനുള്ള കാരണം കരച്ചിൽ വെച്ചാൽ വരും. നിങ്ങൾ നിങ്ങൾ അതിന് എന്താ, ഐ ഡോണ്ട് നോ വാട്ട് യു കോൾ ഇൻ മലയാളം. അതൊക്കെ അതിന് ഉള്ളിലോട്ട് എടുക്കും. നിങ്ങൾ ഉള്ളിലോട്ട് എടുക്കുന്നല്ലേ? എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? ഉം. അത് എടുക്കാൻ പാടുണ്ടോ? അല്ല, ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എന്നെ ടച്ച് എന്റെ ചൈൽഡ്ഹുഡ് മുതൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതാണ് എന്നെ കൂടുതൽ വിഷമം ഉണ്ടാക്കുക. ഓക്കെ, വെയിറ്റ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതേപോലെ ഇന്നും എനിക്ക് ഒരുപാട് രാവിലെ മുതൽ ഞാൻ കഥകൾ കേൾക്കാണ്. രാവിലെ മുതൽ ഇതിപ്പോ ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നത് മാത്രം. രാവിലെ മുതൽ ഞാൻ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കണത്, ഓരോരോ കേസാണ് ഞാൻ കേൾക്കണത്. പക്ഷെ ആ കേസൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എത്ര പേർക്ക് മനസ്സിലാവുണ്ട്? ഇത് നമ്മുടെ ജീവിതത്തിലെ പ്രാക്ടിക്കൽ സ്റ്റഫാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇത് പ്രാക്ടിക്കൽ സ്റ്റഫാണ്. ഇവിടെ നമ്മൾ സിമ്പത്തിയും എമ്പത്തിയും പറയില്ലേ. നമ്മൾ സിമ്പത്തൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അതിനൊക്കെ ഏറ്റെടുത്ത്. എനിക്ക് ഉറക്കം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എനിക്കൊരു ജീവിതമുണ്ട്, എനിക്ക് എൻ്റെ വൈഫുണ്ട്, എൻ്റെ കുട്ടികളുണ്ട്, അവരുടെ ഒപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു മറ അവിടെ ഉണ്ടാവണം, ഒരു ഗ്ലാസ് ആണ്. നമ്മൾ അറിയണം അവരുടെ കേസ് എന്താണെന്നുള്ള അറിയണം. പക്ഷെ ആ കേസ് നമ്മൾക്ക് ഒരിക്കലും വി ഡോണ്ട് ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്തിൻ അസ്. യു ആർ വിത്ത് മീ? സോ ടെൽ മീ, നെക്സ്റ്റ് ടൈം എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓക്കെ നിങ്ങൾ എന്താണ് ചെയ്യുക? നിങ്ങൾ ആരെയും കളിയാക്ക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? യു ഹാവ് ദ കൺട്രോൾ വിത്ത് യു. ടെൽ മീ വാട്ട് ഈസ് ദാറ്റ് യു ഗോയിങ് ടു ഡു നെക്സ്റ്റ് ടൈം. ഇപ്പൊ എന്റെ മെയിൻ പ്രശ്നം പറയുന്നത്, എന്നെ മുഖത്ത് നോക്കിയിട്ട് ഒരു ഡോക്ടറോ ആരെങ്കിലും എന്നോട് എനിക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടില്ലേ എന്ന് ചോദിച്ചാൽ തന്നെ എന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ വരും. അത് വെള്ളം വരും, നല്ലതാണ്. അതിന് പോസിറ്റീവായിട്ട് എടുക്കുക നിങ്ങൾ. വെള്ളം വരുന്ന ആ വെള്ളം വരാതിരിക്കാനാണ് ഞാനിപ്പോ ഇതിന് മുന്നിൽ വന്നത്. അതെങ്ങനെയാണ് ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത്? അത് വേറൊരു വ്യക്തിയുടെ മുന്നിൽ പോയിട്ട് അപ്പോ ഇവര് വീണ്ടും എന്താ കാര്യം എന്ന് ചോദിക്കൂലേ? അത് ചോദിക്കുന്നത് പറയാൻ എനിക്ക് താല്പര്യം. കാരണം ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പോ എന്നോട് ബന്ധപ്പെട്ട പലവരെയും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടി വരും.
അപ്പൊ അതെനിക്ക് ഒരാളോട് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കണ്ണീര് വരാതിരിക്കാൻ ഞാൻ എങ്ങനെ സ്ട്രോങ് ആവുക, അതാണ് എനിക്ക് കണ്ണീർ വേണ്ടത്. ഒന്ന് മനസ്സിലാക്കുക സഹോദരി, ഒന്ന് മനസ്സിലാക്കുക. എത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളും കരയും. ഞാൻ കണ്ടിട്ടുണ്ട് കരയണത്. ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ലെസ് ബ്രൗൺ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കരയണത്. ടോണി റോബിൻസ് കരയണ കണ്ട്, ജോൺ മാക്സ്വെൽ കരയണ, ഇവരൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ, ലീഡേഴ്സാണ്. ഞാൻ കരയാറുണ്ട്. ഇന്നലെ എൻ്റെ ഒപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ഇന്നലെ ഇരുന്നിട്ട് കുട്ടികൾ കരയണ പോലെ കാര്യം. ഇന്നലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ഇന്നലെ ഇരുന്ന് കരയുന്നു, എൻ്റെ ഒപ്പം ഇരുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അത് ചിലപ്പം ഒരു കുട്ടി കണ്ട കുട്ടിയെ തന്നെ വിചാരിക്കുക ഇയാൾ ഇതിനേക്കാളും കൂടുതൽ കാര്യമുണ്ടല്ലോ എന്ന്. കാര്യത്തിൽ നിന്ന് യാതൊരു പ്രശ്നമില്ല, കരയണം. എത്ര പേര് അംഗീകരിക്കേണ്ടത്? നമ്മൾ ഇരുമ്പുകൊണ്ടുണ്ടാക്കിയ ആൾക്കാരല്ല, നമ്മൾ കരയുന്ന സമയത്ത് കരയണം. പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അത് നിങ്ങൾ കരയുന്ന വിചാരിച്ച് നിങ്ങൾ ചെറിയ കുട്ടികളാവണം പോണില്ല. ഇഫ് യു വോണ്ട് ടു ക്രൈ, ഇഫ് യു ആർ ക്രൈങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോക്ടർ, ഇറ്റ് ഡസന്റ് മാറ്റർ. നോബഡി ഈസ് ഗോയിങ് ടു ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ മാത്രമാണ് ബോദർ ചെയ്യണത്. You're with me? You're with me? So don't take it. Don't take it personal. നിങ്ങൾ അത് എന്തോ ഒരു സ്റ്റോറിനായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ ഏതോ സ്റ്റോറിനായിട്ട് കണക്ട് ചെയ്തിട്ട് ആ കഥ പറയാൻ ആഗ്രഹിക്കണില്ല നിങ്ങൾ. Am I right? ഓക്കെ, അത് തന്നെ. So don't disconnect the story. ആ സ്റ്റോറിയാണ് നിങ്ങളെ കൊണ്ട് കരയിപ്പിക്കുന്നതും. So disconnect the story. Would you be able to do that? Would you be able to do that? അതിന് എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ സ്റ്റോറിയാണ് മാറ്റേണ്ടത്, കരച്ചിലല്ല. നിങ്ങൾ ആ സ്റ്റോറിയാണ് മാറ്റേണ്ടത്. കരച്ചിൽ ഈസ് ജസ്റ്റ് എ മീഡിയം ഫോർ ദ സ്റ്റോറി. ആ സ്റ്റോറി എന്നാണ് നിങ്ങൾ ആ സ്റ്റോറി പറച്ചിൽ മനസ്സിൽ പറയൽ നിർത്തൽ, അന്ന് മാത്രമേ നിങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ. Is that correct? Yes. What is the story? What's the story? സ്റ്റോറി എന്റെ ഫാമിലിയാണ്. അപ്പൊ അത് എനിക്ക് ഒന്ന് പബ്ലിക്കായിട്ട് അത് പറയാനും ഇല്ല, പറയണ്ട. അപ്പൊ ആ സ്റ്റോറിനാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഈ വ്യക്തിനല്ല, നിങ്ങളെ കരച്ചിലല്ല, നിങ്ങളെ കണ്ണീരും അല്ല. ആ സ്റ്റോറി നിങ്ങളെ തലയിൽ നിർത്ത് മാറ്റണം. അത് പണ്ട് കഴിഞ്ഞ സ്റ്റോറി അല്ലേ? പണ്ട് ആ സ്റ്റോറി ഇപ്പൊ ഉണ്ടോ? ഇപ്പോഴും ലൈവായിട്ട് നടക്കുന്നുണ്ടോ? നടക്കുന്ന സ്റ്റോറിയാ? ഓക്കെ, അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റോറി നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. അത് അങ്ങനത്തെ ഒരു എൻവയറമെന്റിലാണോ നിങ്ങളുള്ളത്? അങ്ങനത്തെ ഒരു ടോക്സിക് എൻവയറമെന്റിലാണോ നിങ്ങളുള്ളത്? ടോക്സിക് അത് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന സ്റ്റോറി അല്ല. പക്ഷെ അതിന്റെ ഭവിഷ്യത്ത്, അതിന്റെ ഒരു കുറച്ച് പാളികൾ എന്റെ നേർക്ക് വരുന്നുണ്ട് എന്നേ ഉള്ളൂ. അതെനിക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ആ സ്റ്റോറി അവിടെ നിൽക്കുമോ? ഏത് 3 തരത്തിൽ ആ സ്റ്റോറി നിർത്താൻ പറ്റും നിങ്ങൾക്ക്? അത് നേരിട്ട് അത് ഒരിക്കലും നിർത്താൻ പറ്റില്ല. ഓക്കെ, വേറെ ഏത് രീതിയിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റും? അതിൽ നിന്ന് മാറാൻ പറ്റും? ആ സ്റ്റോറിയിലെ കഥാപാത്രം നിങ്ങൾക്ക് മാറാൻ പറ്റുന്ന 3 രീതി എന്താണ്? കഥാപാത്രം എന്റെ കൂടെ എപ്പോഴും ഉള്ളത്, അതുകൊണ്ട് അത് ആ കഥാപാത്രം ചിലപ്പോൾ നിങ്ങളെ ഹസ്ബൻഡ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ അമ്മ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ ഫാദർ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ കുട്ടി ആയിരിക്കാം. Am I right? അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അപ്പൊ പിന്നെ അതുകൊണ്ട് ജീവിച്ചു പോവാം. അതിനെ അംഗീകരിക്കുക. നിങ്ങൾ ഒന്നിലും ജീവിച്ചു, അതിൻ്റെ ഒപ്പം ജീവിച്ചു പോവാം, അല്ലെങ്കിൽ അതിന് മാറി നിൽക്കുക. നിങ്ങൾക്ക് മാറാൻ പറ്റൂലല്ലോ. മാറാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒപ്പം അല്ലേ ജീവിക്കാം. ആ ഒരു കഥാപാത്രം ആരും തന്നെ ആയിക്കോട്ടെ, ആ വേദന്റെ ഒപ്പം അല്ലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കേസൊക്കെ ഇന്ന് രാവിലെ വന്നു എനിക്ക്. അതിന്റെ ഒപ്പം അല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. എത്ര കാലം ജീവിച്ചു അതിന്റെ ഒപ്പം? ആ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനൊപ്പം എത്ര കാലം ജീവിച്ചു നിങ്ങൾ? കുറച്ച് വർഷമായി, 10 വർഷക്കായി. 10 വർഷം. ഇനി ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും. അതിനെ ലൈറ്റ് ആക്കാൻ പറ്റും. നിങ്ങൾ ഹൃദയത്തിൽ അതിനെ ലൈറ്റ് ആക്കാൻ പറ്റും. ഞാൻ ജീവിച്ചു, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ജീവിക്കാൻ, ഞാൻ ജീവിച്ചു, 10 വർഷം ജീവിച്ചു, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. നിങ്ങൾക്ക് സ്വന്തം പറയാൻ പറ്റുമോ? ഓക്കെ ആണെന്ന് ഞാന് പറഞ്ഞ് ആദ്യം അംഗീകരിച്ചെടുത്താണ്. പക്ഷെ ചില ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കും ഇത് എന്നിലേക്ക് വീണ്ടും വരുന്നത്. ആ സമയത്ത് അത് എനിക്കുണ്ടാവില്ല കേട്ടോ. ഞാൻ വലിയ കോച്ചായിരിക്കും, പക്ഷെ എനിക്കുണ്ടാവില്ല. ചില സാഹചര്യം നമ്മൾ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന്, എത്ര പേർക്ക് അത് വരും? നമ്മൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ ആഗ്രഹിച്ച ഒരു സംഭവം ചിലപ്പോൾ എവിടെന്നെങ്കിലും നമുക്ക് കാണാം. അപ്പം നമുക്ക് ഭയങ്കര സങ്കടം വരും, അപ്പോൾ ദേഷ്യമൊക്കെ വരും. അത് സാധാരണയാണ്, എനിക്കും വരും. ഞാൻ വലിയ കോച്ചൊന്നും ആയിട്ട് കാര്യമില്ല, ഞാൻ മനുഷ്യനാ. യു ആർ വിത്ത് മീ?
ഓക്കെ, നമ്മൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഒരു 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 മോളിൽ കൂടെ നടന്നു പോകുന്നു വിചാരിക്കുക. പെട്ടെന്നൊരു വ്യക്തി നമ്മളെ കടന്നു പോകുന്നു വിചാരിക്കുക. ആ വ്യക്തി അപ്ലൈ ചെയ്തിട്ടുള്ള ആ പെർഫ്യൂം, ചിലപ്പോൾ നമ്മൾ ആ പെർഫ്യൂമിന്റെ സ്മെല്ല് കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓർമ്മ വരുമോ? ചോദിക്കട്ടെ നിങ്ങൾ എല്ലാവരോടും. മനസ്സിലാവുന്നു എൻ്റെ ആ ഒരു സാഹചര്യം പറഞ്ഞു. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു വ്യക്തി അടുത്തു കൂടെ പോയി, പക്ഷെ ആ വ്യക്തിന്റെ പെർഫ്യൂം നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. കാരണം ആ പെർഫ്യൂം നമ്മളൊരു കണക്ട് ചെയ്ത് നമ്മൾ ആലോചനയൊക്കെ കൂടെ വേറെ എവിടേക്കോ പോകും. 10 വർഷം മുമ്പത്തെ കഥയിലേക്ക് പോകും. ശരിയല്ലേ? സാധാരണയാണിത്. അതേപോലത്തെ കേസാണ് നിങ്ങളുടെ കേസും. Am I right? The person is with you. പക്ഷെ ചില സാഹചര്യങ്ങൾക്കാണ് അത് വരുന്നത്. അവിടെ നിങ്ങൾ rather than reacting, you have to respond that because you can't do anything. Or you are, അല്ലെങ്കിൽ നിങ്ങൾ അത് മുമ്പോട്ട് അതേപോലെ പോകാൻ ആഗ്രഹിക്കണം. അതിന് മാറാൻ താല്പര്യമില്ലല്ലോ നിങ്ങൾക്ക്? ഇല്ലല്ലോ? Are you okay? താല്പര്യം. That means you love that inside. Within that you love it. Do you agree? There is a love and affection. നിങ്ങൾക്ക് അറിയാം അത് മുറിച്ച് കളയാനുള്ള ബന്ധമല്ല നിങ്ങൾക്ക് ആ വ്യക്തി ആരായാലും. Is that right? Yes. So make it a beautiful story. Don't make it a sad story. Because you are the director of your life. Do you agree to that? നിങ്ങളാണ് സംവിധായകൻ, the director of your life. Is that correct? You are the commander and the captain of your life. Do you agree? Yes. Can you start thinking from today onwards that's okay? Can you do that? Can you do that? It's a story. It's there. Everybody has that story. But can you just accept it? Yes. Happy now? Accept it. See, there is something. നിങ്ങൾ ലോ ഓഫ് ദ കപ്പ്, എത്ര പേര് ലോ ഓഫ് ദ കപ്പ് ചെയ്തേക്കണം? എൻ്റെ ഒപ്പം ലോ ഓഫ് ദ കപ്പ് ചെയ്തിട്ടില്ല? യൂട്യൂബിൽ പോയി ചെയ്യുക, എല്ലാവരും ചെയ്യുക. ഈ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. ലോ ഓഫ് ദ കപ്പിൽ ആദ്യം പറയുന്ന ഒരു സ്ലൈഡ് ഉണ്ട്. ROCK എന്ന് പറയും. റോക്ക്. R എന്ന് വെച്ചാൽ റിയലൈസ് ചെയ്യുക. ഇപ്പം നിങ്ങളെ കൊണ്ട് ഞാൻ റിയലൈസ് ചെയ്യിപ്പിച്ചു. അതാണ് ആദ്യം ഞാൻ ചെയ്തത്. റിയലൈസ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കി ഇത് മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി. അതാണ് രണ്ടാമത്തെ O എന്ന അക്ഷരം വരുന്നത്. ദാറ്റ് ഈസ് യു ഹാവ് ടു ഓൺ ഇറ്റ്. I am owning that. You're with me? That is what you have to do. The third one, you have to be committed. I'm not unshakable on it. That's called commitment. You're with me? And the last one is kickstart. You take action. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് പൊട്ടിത്തെറുക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുക. That is the fourth thing that you can do. Are you okay now? Yes. Are you okay now? Okay. Because I also go through that. I also go through that. We all go through that. നമ്മളെല്ലാവരും ഇങ്ങനത്തെ സാഹചര്യത്തിൽ കൂടെ പോകുന്ന വ്യക്തികളല്ലേ? എസോനോ ടൈപ്പ് ചെയ്ത് നമ്മളെ സഹായിക്കുക, ഇവരെ സഹായിക്കുക. നമ്മളെല്ലാവരും, ഞാനൊക്കെ ഇതിൽ കൂടെ പോകുന്ന ആളാ. ഈ അപ്പ് ആൻഡ് ഡൗണിലൊക്കെ പോകും. മേലും താഴെയും പരാജയവും വിജയവും കരച്ചിലും പിടിച്ചിലും ദേഷ്യം എല്ലാത്തിൽ കൂടെ പോകുന്ന വ്യക്തിയാണ് ഞാൻ. ഗുഡ്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് നമുക്ക് നല്ലൊരു സപ്പോർട്ടിങ് ടീം ഉണ്ടായിരിക്കും, ആരെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? Yes. Yes or no? Louder. I want to hear that. Yes or no? Yes. Good. Yes. 0 to 10. Where are you when it comes to your happiness? That you got some sort of clarity now. That we all go through that. 0 to 10. 9. Very good. Thank you 9. very much. Thank you very much. Exactly 10 വരെ നമ്മുടെ സെഷൻ ഉണ്ടാവണം. താങ്ക്സ് എ ലോട്ട്. 3 സെഷൻ മാത്രമേ ഇന്ന് എടുക്കാൻ പറ്റുള്ളൂ. സോ താങ്ക് യു വെരി മച്ച്.